ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന് സമാനമായ രീതിയിൽ നടത്തിയ പാരഡി അവതരണം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച കൊച്ചുമകനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. രജനീകാന്ത് നായകനായി എത്തുന്ന ചിത്രത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചിരിക്കുകയാണ് നടൻ നാഗാർജുന. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 61ാം പിറന്നാൾ. സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്താണ് നായകൻ. രജനീകാന്ത് നായകനായി എത്തുന്ന കൂലി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ നാഗാർജുനയെയും പരിഗണിക്കുന്നുവെന്നും പ്രധാന പ്രതിനായകനായിരിക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കൂലിയിലേക്ക് നാഗാർജുന ഇല്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. നായക നിരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടേക്കുമെന്ന് താരം കരുതുന്നതിനാലാണ് ഓഫർ നിരസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന് സമാനമായ രീതിയിൽ നടത്തിയ പാരഡി അവതരണം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിച്ചുവെന്ന് ആരോപിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ച് എത്തിയിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം പെയിന്റിംഗിൽ യേശുക്രിസ്തുവും ഇത് തന്റെ അവസാന അത്താഴം എന്ന് പറയുന്ന രീതിയിലുള്ള അഭിനയമാണ് നീല കളർ ശരീരത്ത് പൂശിയ കലാകാരൻ്റെതും. മനുഷ്യർ തമ്മിൽ പരസ്പരം ആക്രമിക്കുന്നതിനെ ഹാസ്യാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നുവെന്നാണ് സംഘാടകരുടെ വിശദീകരണം. അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കലാപ്രകടനം അതിരുകടന്നതാണെന്നും അംഗീകരിക്കാനാവില്ലെന്നുമാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയതെന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം. ക്രിസ്തുവിനെ സ്ത്രീയായി ചിത്രീകരിച്ചുവെന്നും ഇത് അംഗീകരിക്കാനാവുന്നതല്ലെന്നുമായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം. സ്കൂളിൽ പോകാനില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച കൊച്ചുമകനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. താരത്തിന്റെ രണ്ടാമത്തെ മകൾ സൗന്ദര്യ രജനീകാന്തിന്റെ മകൻ വേദിന് വേണ്ടിയാണ് രജനീകാന്ത് മുത്തച്ഛന്റെ ഡ്യൂട്ടി ഏറ്റെടുത്തത്. കൊച്ചുമകനെ ക്ലാസ് മുറിയിൽ കൊണ്ടുവിട്ടാണ് താരം മടങ്ങിയത്. സൗന്ദര്യ തന്നെയാണ് രജനീകാന്തിന്റെ മനോഹര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വേദിനൊപ്പം കാറിൽ ഇരിക്കുന്ന രജനീകാന്തിനെയും കാണാം. സ്കൂളിൽ പോകേണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന വേദിനെയാണ് ചിത്രത്തിൽ കാണാനാവുക. കൂടാതെ ക്ലാസ് റൂമിൽ അപ്രതീക്ഷിതമായി സൂപ്രതാരത്തെ കണ്ട് അമ്പരന്നിരിക്കുന്ന കുട്ടികളെയും ചിത്രത്തിൽ കാണാനാകും. ഇന്ന് രാവിലെ എന്റെ മകന് സ്കൂളിൽ പോകാൻ മടി. അപ്പോൾ അവന്റെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ താത്ത തന്നെ അവനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പ എല്ലാ റോളുകളിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്, അത് ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിലായാലും എന്നാണ് സൗന്ദര്യ കുറിച്ചത്. ബെസ്റ്റ് ഗ്രാൻഡ് ഫാദർ, ബെസ്റ്റ് ഫാദർ എന്നീ ഹാഷ്ടാഗുകളോടെയാണ് സൗന്ദര്യ ചിത്രങ്ങൾ പങ്കുവച്ചത്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത്. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 61ാം പിറന്നാൾ. ആലാപനത്തിലൂടെ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലൂടെയും മലയാളികളുടെ സ്വീകരണ മുറികളുടെ സജീവ സാന്നിധ്യമാണ് ചിത്ര. 5ാം വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടി റെക്കോർഡിംഗ് മൈക്കിന് മുന്നിൽ എത്തിയതു മുതൽ ചിത്രയുടെ സംഗീത ജീവിതം ആരംഭിക്കുന്നു. 1979 അരവിന്ദന്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് സിനിമാ രംഗത്തേക്കുള്ള തുടക്കം. അന്ന് കൈപിടിച്ചതാകട്ടെ MG രാധാകൃഷ്ണനും. 14ാം വയസ്സിൽ അട്ടഹാസം എന്ന ചിത്രത്തിലൂടെ പാടി തുടങ്ങിയപ്പോൾ അതൊരു മഹാഗായികയുടെ പിറവി കൂടിയാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനായി പാടിയ ഗാനങ്ങളാണ് ചിത്രയുടെ ആദ്യ സൂപ്പർ ഹിറ്റുകൾ. ഇന്ത്യൻ ഭാഷകളിൽ മലയാളം കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, ഒഡിയ, തുളു, മറാഠി, പഞ്ചാബി, രാജസ്ഥാനി തുടങ്ങിയ ഭാഷകളിലൊക്കെ ചിത്ര പാടിയിട്ടുണ്ട്. ഒപ്പം ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അറബിക്, മലയ്, ലാറ്റിൻ, സിൻഹലീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും. 2005 പത്മശ്രീയും 2021 പത്മഭൂഷണും ലഭിച്ച ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 6 തവണയാണ് ലഭിച്ചിട്ടുള്ളത്. അന്തർദേശീയ പുരസ്കാരങ്ങൾ അടക്കം കലാജീവിതത്തിൽ ആകെ 500-ലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആലാപന സൗകുമാര്യത്തിനൊപ്പം പെരുമാറ്റത്തിലെ ലാളിത്യം കൂടിയാണ് ചിത്രയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കുന്നത്. പകരം വയ്ക്കാനാവാത്ത ഈ ഇതിഹാസത്തിന് പിറന്നാളാശംസകൾ നേരുകയാണ് ആരാധകരും M5 ന്യൂസും.